ഫോർ എ ഗുഡ് മാൻ മറ്റേ റൈച്ചസ് മാൻ ആണ്. ഗുഡ് മാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലവനായ. ഇവിടുത്തെ കഥയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഭർത്താവ് ഗുണവാനായതുകൊണ്ട് അഥവാ അവൾക്ക് എന്താണ്, ഷീ വാസ് ക്ലോസ് ടു ദാറ്റ് മാൻ ആൻഡ് ഓഫ് കോഴ്സ് ദ റിലേഷൻ, ആ ബന്ധം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ ഭർത്താവിന് വേണ്ടി മരിക്കാൻ അവൾ തയ്യാറാകുന്നു. പക്ഷേ ക്രിസ്തു മരിച്ചത് അങ്ങനെയുമല്ല. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമായിരിക്കുന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രത്യേകത നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല യേശു നമുക്ക് പകരം മരിച്ചത്, നമ്മൾ യേശുവിന് ഗുണം ചെയ്തതുകൊണ്ടുമല്ല. പ്രത്യുത നമ്മൾ യേശുവിന് വിരോധമായിരിക്കുന്ന സമയത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് കാൽവറി ക്രൂശിൻ്റെ പ്രത്യേകത. കാൽവറി ക്രൂശിൽ യേശു മരിക്കുന്നത് നീതിമാന്മാരായ കുറേ ആളുകൾക്ക് വേണ്ടിയല്ല. അതാണ് വാസ്തവത്തിൽ മറ്റ് മതങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മറ്റ് മതങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, പൗരസ്ത്യ മതങ്ങളിലെല്ലാം പലപ്പോഴും അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവതാരങ്ങളൊക്കെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദുഷ്ടന്മാരുടെ എണ്ണം അധികരിക്കുകയും ശിഷ്ടന്മാരുടെ എണ്ണം കുറയുകയും, അങ്ങനെ ഭൂമിക്ക് മനുഷ്യൻ്റെ ദുഷ്ടത താങ്ങാൻ കഴിയാതെ വരുമ്പോൾ, ഭൂമി നിലവിളിക്കുമ്പോൾ ദൈവങ്ങൾ ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് അവതാരങ്ങളായി. എന്തിനു വേണ്ടി? ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ശിഷ്ടന്മാരായ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുവാനായി അവതാരങ്ങൾ ഇറങ്ങി വരും. പക്ഷേ യേശു വന്നത് അതിനുവേണ്ടിയല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചു, അങ്ങനെ ഒരു 10 അവതാരങ്ങളാണുള്ളത്, അതിനൊരു 25 അവതാരം വന്നാൽ എനിക്ക് ഗുണമൊന്നുമില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത്ര നല്ലവനൊന്നും അല്ലെന്നുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു അവതാരം വന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. കാര്യം ആ നല്ലവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളൊന്നും അല്ല ഞാൻ, അല്ലെങ്കിൽ എന്താണ് ശിഷ്ടന്മാരായ ആളുകളുടെ ലിസ്റ്റിൽപ്പെട്ട ആളല്ല ഞാൻ ദുഷ്ടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് വന്നത് ശിഷ്ടന്മാരായ ആളുകളെ തേടിയല്ല, പ്രത്യുത നാം പാപികളായിരിക്കുമ്പോൾ, നമ്മൾ ദുഷ്ടന്മാരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കുവാൻ അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ മറ്റ് മതങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ വ്യത്യാസമാക്കുന്നത്. ഹി കെയിം ടു ഡൈ ഫോർ അസ് വെൻ വി വർ യെറ്റ് സിന്നേഴ്സ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, അഭക്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞല്ലോ, അതവന് ചൂസ് ചെയ്യായിരുന്നു. അവന് വേണമെങ്കിൽ ലോകത്തിൽ നമ്മുടെ ജനനം നമുക്ക് ആർക്കും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എവിടെ ജനിക്കണമെന്നോ എങ്ങനെ ജനിക്കണമെന്നോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. മരിക്കുന്ന കാര്യത്തിൽ ഇതേപോലെ തന്നെ മരിക്കണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്നത് പോലെയല്ല എനിക്ക് മരിക്കണ്ട എന്നൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ കൊല്ലാൻ പറ്റിയേക്കാം, പക്ഷേ എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് ഒരാൾക്ക് മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ? എന്നൊക്കെ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഭൂമിയിൽ ആർക്കും മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. മരിക്കാൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരിക്കും, മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ യേശുവിന് വേണമെങ്കിൽ മരിക്കണ്ട എന്ന് തീരുമാനിക്കാമായിരുന്നു. അവനത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ ജീവിക്കുന്നത് തിരഞ്ഞെടുക്കാതെ മരണത്തെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പാപിയായ ദുഷ്ടനായ എന്നെ ദൈവത്തോട് നിരപ്പിക്കുക എന്നുള്ള ആ ദൈവിക ദൗത്യം നിർവഹിക്കേണ്ടതിന് ഞാൻ പാപിയായിരുന്നപ്പോൾ, ദുഷ്ടനായിരുന്നപ്പോൾ, അഭക്തനായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എനിക്കുള്ള ഒരു പകരം മരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പകരം മരണം. ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ, നമ്മളതാണ് രാവിലെ പറഞ്ഞു നിർത്തിയത്, അവൻ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ യഹൂദ മത നേതാക്കന്മാരൊക്കെ യേശു മരിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, യേശു ജീവിച്ചിരിക്കുന്ന അവർക്കൊരു ഭീഷണിയാണെന്ന് അവർ ചിന്തിച്ചു. എന്നാണ് നമ്മൾ കാണുന്നത്. അവർ പറയുകയാണ്, എല്ലാവരും അവൻ്റെ പിന്നാലെ ആയിപ്പോയി, ഇനി നമ്മളെന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച് അവൻ്റെ മരണം ഒരു അനിവാര്യതയാണ്, അവരുടെ നിലനിൽപ്പിനൊരു അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മഹാപുരോഹിതന്മാരും അല്ലെങ്കിൽ യഹൂദ മത നേതാക്കളും അവനെ കൊല്ലുവാനായിട്ട്, ക്രൂശിക്കുവാനായിട്ട്, അവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും അങ്ങനെയല്ല. ഒരുപക്ഷെ യഹൂദ മത നേതാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ യേശു ജീവിച്ചിരിക്കുന്നവർക്കൊരു ഒരു ഭീഷണി ആയതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ യേശു മരിക്കണമെന്ന് ആഗ്രഹിച്ചത് അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥലാഭം ഉണ്ടായിട്ടല്ല, യേശു ആരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകാഞ്ഞതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ജ്ഞാനം ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ അവർ യേശുവിനെ മനസ്സിലാക്കിയില്ല. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ മനസ്സിലാക്കിയില്ല. എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം? ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി യേശുവിനെ ദൈവം മുൻനിയമിച്ചു എന്ന ദൈവിക ജ്ഞാനം. അതായത് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് തേജസ് തിരിച്ചു കിട്ടേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി യേശുക്രിസ്തു ആണെന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ അവർ യേശുവിനെ ക്രൂശിക്കാൻ മുൻകൈ എടുത്തതിൻ്റെ കാരണം എന്താണ്? അവരുടെ അജ്ഞതയിൽ നിന്നാണ്. അജ്ഞതയിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, പരീശന്മാരായ ആളുകൾ, മോശക്കാരായ അല്ലെങ്കിൽ വളരെയേറെ കപടഭക്തന്മാരായ അനേക പരീശന്മാരുണ്ട്. എന്നാൽ എല്ലാ പരീശന്മാരും കപടഭക്തന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൗലോസ് ഞാനൊരു പരീശനാണെന്നുള്ള വലിയ അഭിമാനത്തോടെ പറയുന്നത്. ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്ന് പറയുമ്പോൾ പരീശന്മാർ ആ കാലയളവിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ആളുകളുമുണ്ട്. അവരിൽ ചിലരൊക്കെ കാപട്യം കാണിച്ചാലും ദൈവത്തെ ആത്മാർത്ഥതയോടെ സേവിച്ചവരായ അനേക പരീശന്മാർ ആ കാലയളവിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, പരീശന്മാരുടെ ഉത്ഭവം തന്നെ വളരെ ഗ്ലോറിയസ് ആയിട്ടാണ്. സഭ BC 2-ാം നൂറ്റാണ്ടിൽ ആന്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കീഴിൽ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒളിവ് സഭകളിൽ ആരാധന കഴിച്ചിരുന്ന എന്ന് തന്നെയല്ല, ജനങ്ങളെ ദൈവികതയിൽ നിലനിർത്താനായിട്ട് വേർപെട്ടവർ, ഹസിദ്ദീം എന്ന് പറയുന്ന വേർപെട്ടവരുടെ സംഘമാണ് ആര്? പരീശന്മാർ. അവർ വളരെ നല്ല താല്പര്യത്തോടു കൂടെയും ആഗ്രഹത്തോടും കൂടെയാണ് ഈ ഒരു കുപ്പായം ഇട്ടത്. ഏത്? പരീശന്റെ കുപ്പായം. കാര്യം എങ്ങനെയും ജനങ്ങളെ എന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടിരണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിക്കുവാനുള്ള തീരുമാനത്തോടെ ദൈവത്തിന് വേണ്ടി വേർപെട്ടവരായിരുന്നു പരീശന്മാർ. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്തിനു വേണ്ടിയാണ് വേർപെട്ടതെന്നുള്ളത് മറന്നുപോയി. പകരം ഇപ്പോഴും അവർ അവരെ തന്നെ വേർപാടുകാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വേർപെട്ട സഭകളെന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ ജീവിതം അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിന് യോജിക്കുന്ന ജീവിതമായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് വെച്ച് നോക്കിയാൽ വേർപെട്ട സഭകൾ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുന്ന ആളുകളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവരെന്തിനു വേണ്ടി ഇറങ്ങിയോ ആ നിലയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം അല്ല നമ്മുടേതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരീശന്മാരിൽ നല്ലൊരു ശതമാനവും യേശു ഒരു ഫോൾസ് മെസ്സയ ആണെന്നാണ് ചിന്തിച്ചത്. ഒരു ഹോക്സ് അല്ലെങ്കിൽ ഒരു വ്യാജ മശിഹയാണെന്നാണ് അന്നുണ്ടായിരുന്ന പല പരീശന്മാരും ശാസ്ത്രിമാരും അന്ന് ചിന്തിച്ചിരുന്നത്. കാരണം അവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു കാർപ്പൻ്ററുടെ മകൻ മശിഹയായി വരുന്നത്. കാര്യം അവരുടെ മനസ്സിലെ മശിഹൈക സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ മനസ്സിലെ മശിഹൈക സങ്കല്പം ആകാശം കീറി ഇറങ്ങി വരുന്നവനായ ഒരു മശിഹയാണ്. ഇവരൊരിക്കലും ഇങ്ങനെ ഒരു സഫറിങ് മെസ്സയായി അവരൊരിക്കലും മനസ്സിൽ പ്രതീക്ഷിച്ചില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും മറ്റും ഈ ശാസ്ത്രിമാരോടും പരീശന്മാരോടുള്ള കർത്താവിൻ്റെ സംഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ ഈ ജനങ്ങൾ ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ മശിഹയാകാൻ പറ്റും? നീ അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ? എല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ഇതൊന്നും ഇവനെ കളിയാക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇവൻ എങ്ങനെ മശിഹയാകും എന്നുള്ളവരുടെ സംശയത്തിൽ നിന്നാണ്. നീ ദൈവത്തിൻ്റെ പുത്രനാണ് നീ പറയുന്നത് എന്തുകൊണ്ടാണ്? നീ അബ്രഹാമിന് മുമ്പേ ഉണ്ടോ? അല്ലെങ്കിൽ അബ്രഹാം നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യേശു പറയാണ്, ബിഫോർ എബ്രഹാം ഐ ആം. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. ഉണ്ടായിരുന്നെന്നല്ല, ഉണ്ട്. യഹോവ സാക്ഷികളൊക്കെ ചിലവ് പറയുമല്ലോ, യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പേരുകൾ യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല എന്ന്. ഇതൊക്കെ അവർ വായിച്ചിട്ടില്ല. അവർ വേദപുസ്തകത്തിൻ്റെ അവിടുന്ന് ഇവിടുന്നും 2 വാക്യങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ വന്ന് കളിപ്പിക്കാൻ വരുമ്പോൾ മനസ്സിലാക്കണം, വേദപുസ്തകം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർക്ക് നിങ്ങളെ കളിപ്പിക്കാൻ പറ്റുന്നതും. ഇവിടെ കൃത്യമായിട്ട് യേശു ഉപയോഗിക്കുന്ന എന്താണെന്ന് അറിയാമോ? അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. ആ ഉണ്ട് എന്ന് പറയുന്ന വാക്ക് യഹോവ മോശയോട് സംസാരിക്കുമ്പോൾ ഐ ആം ഹു ഐ ആം എന്ന് പറയുന്ന അതേ വാക്കാണ് ഗ്രീക്ക് ഭാഷയിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം. ബിഫോർ എബ്രഹാം ഐ ആം. ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ടായിരുന്നെന്നല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഗ്രാമർ തെറ്റാ അല്ലേ? അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടെന്നാണോ സാധാരണ പറയുന്നത്? അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നെന്നല്ലേ പറയണ്ടേ? പക്ഷേ ഇതങ്ങനല്ല. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. കാര്യം ഉണ്ട് എന്ന് പറയുന്ന ആം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം. സെയിം വേർഡാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവനെ എറിയാൻ കല്ലെടുത്തെന്ന്. എന്തുകൊണ്ടാ? യഹോവയ്ക്ക് വേണ്ടി മാത്രം അവർ റിസർവ് ചെയ്തിരുന്ന വാക്ക് യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ് യേശുവിനെ എറിയാൻ അവർ കല്ലെടുത്തത്. എന്തുകൊണ്ടാ?
ഇവർ വളരെ ആത്മാർത്ഥതയുള്ള യഹൂദന്മാരായതുകൊണ്ടാണ് യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് വേറൊരാൾ ഉപയോഗിക്കുന്ന അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവരെ എറിയാനായിട്ട് അവൻ കല്ലെടുത്തത്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഈ യഹൂദന്മാർ അല്ലെങ്കിൽ പരീശന്മാരായ ആളുകൾ യേശുവിനെ ക്രൂശിക്കുക എന്ന് അലറിക്കൂവി വിളിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈവൻ യേശുവിൻ്റെ വിസ്താര സമയത്തും നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ആ ഭാഗങ്ങൾ ഒന്ന് ചെറിയ രീതിയിലെങ്കിലും വിശദമാക്കണമെന്ന് എനിക്കുണ്ട്. കാര്യം ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22 മുതലുള്ള അധ്യായങ്ങളിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അവിടെ കർത്താവിൻ്റെ പാഷൻ തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ വായിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, നമുക്കറിയാം യേശുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളുടെ പശ്ചാത്തല പഠനമാണ് അവിടെ നടക്കുന്നത്. 22-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് ചാപ്റ്റർ 22-ൽ നമ്മൾ യേശു കർത്താവ് നടത്തുന്ന തിരുവത്താഴം എന്ന് നമ്മൾ പറയുമ്പോൾ തിരുവത്താഴം അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം വിവരിച്ച് കാണുന്നത്. ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ പെസഹായുടെ ആചരണത്തിന് ശേഷം, പെസഹ ആചരിച്ചതിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? തിരുവത്താഴം, ലാസ്റ്റ് സപ്പർ എന്ന് നമ്മൾ പറയുന്നത് ലാസ്റ്റ് സപ്പറിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചാണ് യേശുവിനെ മഹാപുരോഹിതൻ്റെ ചേവകർ പിടിച്ചുകൊണ്ട് വരുന്നത്. 54 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിൻ്റെ 54 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് യേശുവിൻ്റെ ആദ്യത്തെ വിചാരണ നമ്മൾ കാണുന്നത്. അത് മഹാപുരോഹിതൻ്റെ ഭവനത്തിൽ രാത്രിയിലുണ്ടായ വിചാരണ. അവിടെ വെച്ചാണ് പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലും മറ്റും നടക്കുന്നത്. ഓക്കെ. എന്നാൽ അതിൻ്റെ 66-ാം വാക്യത്തിൽ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം കൂടെ അവൈലബിൾ പി ബി എന്നൊക്കെ നമ്മൾ പാർട്ടിയിൽ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു അവൈലബിൾ പി ബി എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം കൂടെ കൂടി യേശുവിനെ ഒന്ന് വിസ്തരിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഫുൾ കോറമുള്ള പി ബിക്ക് വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ 66 മുതലുള്ള വാക്യങ്ങൾ, നേരം വെളുത്തു കഴിഞ്ഞിട്ട് യേശുവിനെ പിന്നെയും അവരെന്ത് ചെയ്യുന്നു? വിസ്തരിക്കുകയാണ്. 23-ാം അധ്യായത്തിൽ ഇവനൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്, ശരിക്കും 22-ാം അധ്യായത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റിന് ഉള്ള കുറ്റമായിട്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുകയില്ല, എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവ ശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കും എന്ന് പറഞ്ഞു. വലത്തുഭാഗത്ത് എന്ന വാക്ക് യേശു ഉപയോഗിക്കുമ്പോൾ ഐ വിൽ ബി ഈക്വൽ വിത്ത് ദ ഫാദർ എന്നുള്ള വാക്യമാണ് ഉപയോഗിച്ചത്. വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുമ്പോൾ യഹൂദന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. ഐ എം ഈക്വൽ വിത്ത് മൈ ഫാദർ എന്നുള്ള അർത്ഥമാണ്. ഞാൻ പിതാവിനോട് തുല്യനായിരിക്കും എന്നാണ് പറയുന്നത്. തുല്യനായിരിക്കും. അപ്പോൾ നീ ക്രിസ്തു തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവർ, ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താവശ്യം, നാം തന്നെ അവൻ്റെ വായിൽ നിന്ന് വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. നോക്ക്, ഞാൻ ക്രിസ്തുവാണെന്ന് അവൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇവനെ കൊല്ലാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം എന്താണ്? ഇവന് മരണകരമായ കുറ്റം ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്തു? അവൻ തന്നെ ദൈവത്തോട് തുല്യനാക്കി തീർത്തു. ഇനി ഇവനെ കൊല്ലാം. പക്ഷേ റോമൻ ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് ആരെയെങ്കിലും പിടിച്ചുകൊണ്ടുപോയി പെട്ടെന്ന് കൊല്ലാനായിട്ട് അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് യെരുശലേമിൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. നടക്കത്തില്ലെന്നൊന്നുമല്ല, ഒരു മോബ് എന്ന നിലയിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിനൊരു നിയമസാധുത വരുത്തേണ്ടതിന് ഇവനെ പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. 23-1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ചെന്നപ്പോൾ പിലാത്തോസ് മനസ്സിലാക്കി ഇവനിൽ യാതൊരു കുറ്റവും ഇല്ല. അതുകൊണ്ട് സംസാരത്തിനിടയ്ക്ക് ഇവൻ ഗലീലയിൽ നിന്നുള്ളവനാണെന്ന് മനസ്സിലായപ്പോൾ, ആ ഗലീല ഭരിക്കുന്നത് ഹെരോദാവായതുകൊണ്ട് എന്നാൽ പിന്നെ ഹെരോദാവിൻ്റെ അടുത്തേക്ക് ഇവനെ പറഞ്ഞു വിടാമെന്ന് ചിന്തിച്ചു.